നമസ്കാരം. മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. മലയാളികൾക്കെന്നും അത്ഭുതമാണ് മഞ്ജു വാര്യർ. സിനിമയേക്കാൾ നാടകീയമായി മുന്നോട്ടു പോയ ജീവിതം, പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി, ആളുകളോട് ഇടപഴകുന്ന രീതി എന്നിവയെല്ലാം ആരാധകർ ശ്രദ്ധിക്കാറുണ്ട്. കരിയറിലും മഞ്ജു വ്യത്യസ്തയാണ്. മലയാളികളുടെ മനസ്സിൽ ഓരോ ദിവസവും പ്രായം കുറയുകയും സൗന്ദര്യം കൂടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് മഞ്ജു വാര്യർ. 47-കാരിയായ മഞ്ജുവിന് ഇന്ന് ബോളിവുഡിൽ നിന്നും നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. സാധാരണ ബോളിവുഡിൽ പോലും 40 പിന്നിട്ട നായിക നടിമാർക്ക് താരമൂല്യമില്ല. എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ സൂപ്പർ താര ചിത്രങ്ങൾ എത്തുന്നത് ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തന്റെ നിലപാടുകൾ ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാത്ത നടിയാണ് മഞ്ജു വാര്യർ. രണ്ടാം വരവിൽ ഞെട്ടിച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ മഞ്ജു വാര്യർ എന്ന് പറയേണ്ടി വരും. കാരണം കൈനിറയെ സിനിമകളുമായി കത്തി നിന്നപ്പോൾ വിവാഹം കഴിച്ച് സിനിമ വിട്ട താരത്തിന് രണ്ടാം വരവിലും കൈനിറയെ സിനിമകളാണ്. അതും മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും നിരവധി പരസ്യ ചിത്രങ്ങളും നടിയെ തേടിയെത്തുന്നുണ്ട്. പല ബ്രാൻഡുകളുടെയും മുഖം കൂടിയാണ് ഇന്ന് മഞ്ജു. മലയാളത്തിന്റെ പ്രിയതാരം കാവ്യ മാധവനും രണ്ടാം വരവിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ്. നായികയായിട്ടല്ല, സംരംഭകയായിട്ടാണെന്ന് മാത്രം. നടൻ ദിലീപുമായി വിവാഹിതയാകുന്നതിന് മുൻപ് തന്നെയാണ് സംരംഭകയുടെ റോൾ കാവ്യ ഏറ്റെടുത്തത്. എന്നാൽ സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്നതിന് ശേഷമാണ് ആ റോളിൽ കാവ്യ സജീവമാകുന്നത്. തന്റെ വസ്ത്ര സ്ഥാപനമായ ലക്ഷ്യയുടെ സ്ഥിരം മോഡലും കാവ്യ തന്നെയാണ്. വൈവിധ്യമാർന്ന പുതിയ ഫാഷൻ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങളുമായി മിക്ക ദിവസങ്ങളിലും കാവ്യ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. പ്രിയ താരത്തെ സിനിമയിൽ കാണാനായില്ല എങ്കിലും മോഡലായി കാണാൻ സാധിക്കുന്നതിന്റെ സന്തോഷം ഈ കാവ്യയുടെ വീഡിയോകൾക്കും ഫോട്ടോകൾക്കും താഴെ പ്രേക്ഷകർ പങ്കിടാറുണ്ട്. ഇപ്പോഴിതാ ലക്ഷ്യയുടെ ഓണം സീരീസുകളിൽ ഇറക്കിയ പുതിയ വീഡിയോകൾക്ക് താഴെയും കമന്റുകൾ നിറയുകയാണ്. കാവ്യയുടെ സൗന്ദര്യത്തിന് അന്നും ഇന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നാണ് ആരാധകർ കുറിക്കുന്നത്. മലയാളത്തിലെ ശാലീന സുന്ദരി ഇമേജ് ഇപ്പോഴും കാവ്യയ്ക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്നാണ് ചില കമന്റുകൾ. അതേസമയം പതിവ് പോലെ തന്നെ കാവ്യയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളും പോസ്റ്റിന് താഴെയുണ്ട്. മഞ്ജു വാര്യരെ ബന്ധപ്പെടുത്തിയാണ് കമന്റുകളിലേറെയും. എന്തൊക്കെ കാണിച്ചാലും കാവ്യയെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നും മഞ്ജു വാര്യരെ ചതിച്ച ആളാണ് എന്നൊക്കെയാണ് കമന്റുകൾ. പാവം മഞ്ജുവിനെ ചതിച്ച ദുഷ്ടത്തി കർമ്മ എന്നുണ്ട്. കാണാൻ സുന്ദരി തന്നെ, പക്ഷേ മനസ്സ് അത്ര നല്ലതല്ല. ക്രൂര വനിത. ഏതു രൂപത്തിൽ വന്നാലും പഴയ ഇഷ്ടം ഈ സ്ത്രീയോട് തോന്നില്ല. ദിലീപ് കാവ്യ കട്ട ഫാനായിരുന്നു. എന്നാൽ മഞ്ജു ചേച്ചിയുടെ ജീവിതം തട്ടിയെടുത്ത വ്യക്തി എന്ന നിലയ്ക്ക് വെറുപ്പ് മാത്രം. കാഴ്ചയ്ക്ക് എങ്ങനെയാണ്, അതിനേക്കാൾ ദുഷിച്ചതാണ് ഇവരുടെ മനസ്സും ചിന്തയും എന്നൊക്കെയാണ് അധിക്ഷേപ കമന്റുകൾ. ഇത്തരം കമന്റുകൾക്ക് കാവ്യയുടെ ആരാധകർ തന്നെ മറുപടി നൽകുന്നുണ്ട്. മറ്റുള്ളവരുടെ കുടുംബകാര്യം നോക്കാതെ സ്വന്തം കുടുംബം നോക്കി ജീവിക്കൂ എന്നാണ് ആരാധകരുടെ കമന്റ്. അതേസമയം പതിവ് പോലെ തന്നെ കാവ്യ ഇത്തരം കമന്റുകൾക്കൊന്നും മറുപടി നൽകിയിട്ടില്ല. അതിനിടെ നടി മലയാളത്തിലേക്ക് തിരിച്ചു വരണം എന്ന ആവശ്യവും നിരവധി പേർ ഉയർത്തുന്നുണ്ട്. ദിലീപ് കാവ്യ ജോഡിയെ സിനിമയിൽ കാണാൻ താല്പര്യമുണ്ടെന്നാണ് പലരും കുറിക്കുന്നത്. കാവ്യ ഇപ്പോൾ സിനിമയിലേക്ക് ഇല്ല എന്നാണ് മുൻപ് ദിലീപ് വ്യക്തമാക്കിയത്. അതേസമയം താനും കാവ്യയും ഒരുമിച്ച് അഭിനയിക്കണം എന്ന് ആവശ്യപ്പെടുന്ന സിനിമകൾ വന്നാൽ അപ്പോൾ അക്കാര്യം പരിഗണിക്കാമെന്നും ദിലീപ് പറഞ്ഞിരുന്നു. അതേസമയം കാവ്യ മാധവൻ തന്റെ സ്വന്തം വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യ വീണ്ടും പൊടിതട്ടിയെടുത്തത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. സ്ത്രീകൾക്ക് വേണ്ടിയാണ് വസ്ത്രങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ലക്ഷ്യയിലുണ്ട്. സ്ത്രീകളുടെ എത്നിക് ഫാഷനും ബ്രൈഡൽ വസ്ത്രങ്ങളും കേന്ദ്രീകരിച്ചുള്ള ഈ ബുട്ടിക് ബ്രാൻഡ് മിക്കപ്പോഴും മോഡലായി എത്തുന്നത് കാവ്യ തന്നെയാണ്. 2015ഓടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. കാവ്യയുടെ സഹോദരൻ മിഥുൻ മാധവനുമായി ചേർന്നാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോയത്. ഓൺലൈൻ വിൽപ്പനയ്ക്കൊപ്പം കൊച്ചിയിൽ ബുട്ടീക്കിന്റെ ഫിസിക്കൽ സ്റ്റോർ പ്രവർത്തിച്ചിരുന്നു. മലയാള സിനിമയിലെ നിരവധി താരങ്ങൾ ലക്ഷ്യയുടെ ഡിസൈനുകൾ ധരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. നടി ആക്രമിച്ച കേസിൽ ദിലീപ് ഉൾപ്പെട്ട ശേഷം വിവാദങ്ങളും മറ്റും ഉണ്ടായപ്പോൾ കുറച്ചുകാലം ലക്ഷ്യയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത കാലത്താണ് ബ്രാൻഡിന് വീണ്ടും ജീവൻ വെച്ച് തുടങ്ങിയത്. കാവ്യ മാത്രമല്ല, ദിലീപിന്റെ മകൾ മീനാക്ഷിയും കാവ്യയുടെ മകൾ മഹാലക്ഷ്മിയും എല്ലാം ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലുകൾ ആകാറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ലക്ഷ്യയുടെ ഓണം കളക്ഷനുകൾ കാവ്യ സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടത്. പതിവ് ഓണം തീമിലുള്ള സാരികളിൽ നിന്ന് വ്യത്യസ്തവും പുതുമ നിറഞ്ഞതുമാണ് ലക്ഷ്യയുടെ ഓണം സാരികൾ. ഓഫ് വൈറ്റ് സാരിയിൽ പൂക്കളുടെ എംബ്രോയിഡറി ചെയ്ത മനോഹരമായ സാരി ഉടുത്ത് നിൽക്കുന്ന കാവ്യയുടെ വീഡിയോയും ഫോട്ടോകളും വൈറലാണ്. ആദ്യമായാണ് ഓണം സീരീസിൽ സാരികളും സൽവാറുകളുമായി കാവ്യയും ബ്രാൻഡും എത്തുന്നത്. ഓണത്തിന്റെ ചൈതന്യം സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ലക്ഷ്യ സാരീസിന്റെ പെർഫെക്റ്റ് ലുക്കിനൊപ്പം ആഘോഷിക്കുമെന്നാണ് കാവ്യ സാരി ലുക്കിലുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് കുറിച്ചത്. പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായ ഓണം സ്പെഷ്യൽ സൽവാറുകളും ലക്ഷ്യ ഇറക്കിയിട്ടുണ്ട്. മീനാക്ഷിയായിരുന്നു സൽവാറിന് മോഡലായത്. ലക്ഷ്യയുടെ ഡിസൈനിൽ മീനാക്ഷി അതീവ സുന്ദരിയായിരിക്കുന്നു എന്ന കോംപ്ലിമെന്റുകളാണ് താരപുത്രിയുടെ കമന്റ് ബോക്സ് മുഴുവൻ. അതേസമയം കാവ്യ
മാധവന്റെ ആരാധകരുടെ ഫാൻ പേജിൽ AI ഉപയോഗിച്ച് നിർമ്മിച്ച കാവ്യയുടെയും മീനാക്ഷിയുടെയും ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മീനാക്ഷിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കാവ്യയെ ഫോട്ടോയിൽ കാണാം. പോസ്റ്റ് വൈറലായതോടെ കാവ്യ മാധവൻ ഫാൻസും മഞ്ജു വാര്യർ ഫാൻസും തമ്മിലുള്ള പതിവ് സൈബർ യുദ്ധം തുടങ്ങി. ജന്മം കൊടുത്തതുകൊണ്ട് അമ്മയാവില്ല, ഇത് തന്നെയാണ് അമ്മ. കാവ്യ നല്ല അമ്മ തന്നെ, ദിലീപ് നല്ല അച്ഛനും. ജന്മം കൊടുത്തവർക്ക് അത് നിറവേറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ കർമ്മം കൊണ്ട് മറ്റു ചിലർക്ക് നിറവേറ്റാൻ കഴിയും. അമ്മ എന്തുകൊണ്ട് മകളെ കേസ് കൊടുത്ത് സ്വന്തമാക്കാൻ ശ്രമിച്ചില്ല? പെറ്റമ്മയ്ക്ക് വേണ്ടായിരുന്നു. പക്ഷേ അതിലും നല്ല അമ്മ ഇപ്പോൾ മീനാക്ഷിക്കുണ്ടെന്നാണ് കാവ്യയുടെ ആരാധകർ ഫോട്ടോയ്ക്ക് കുറിച്ച വിവിധ കമന്റുകൾ. ഇത് കണ്ടതോടെ മഞ്ജു വാര്യർ ആരാധകരും കളത്തിലിറങ്ങി. മഞ്ജു നല്ല അമ്മ ആയതുകൊണ്ടാണ് മീനാക്ഷിക്ക് കാവ്യയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നത്. മകളെ മനസ്സിലാക്കി, അവളുടെ ഇഷ്ടം മനസ്സിലാക്കി അവരുടെ കൂടെ വിട്ടില്ലേ? അച്ഛന്റെ കുറ്റം പറഞ്ഞ് കൂടെ മകളെ പിടിച്ചു നിർത്തിയില്ലല്ലോ എന്നാണ് മഞ്ജു വാര്യർ ആരാധകർ കുറിച്ചത്. എന്നാൽ മകളെ സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യർ ഫോളോ ചെയ്യുകയും എല്ലാ പോസ്റ്റുകൾക്കും സ്നേഹം അറിയിച്ചെത്തുകയും എല്ലാം ചെയ്യാറുണ്ട്. സ്വകാര്യമായി ഇരുവരും കാണുകയും സംസാരിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാകാം. സോഷ്യൽ മീഡിയയെ ഭയന്ന് പരസ്യമാക്കാത്തതുമാകാം. തന്റെ കരിയറിന്റെ പീക്കിലാണ് മഞ്ജു വാര്യർ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതും. 10 വർഷത്തിലധികം കാലം വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മഞ്ജു ജീവിച്ചു. മറ്റാരുമായിരുന്നുവെങ്കിൽ മറന്നുപോകുമായിരുന്നു എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഇടവേള. വർഷങ്ങൾക്ക് ശേഷം മഞ്ജു തിരികെ വന്നു, പോയതിലും ശക്തമായി. അവരുടെ തിരിച്ചുവരവ് കാത്തിരുന്ന മലയാളി മഞ്ജുവിന്റെ ഇരിപ്പിടം മറ്റാർക്കും നൽകാതെ കാത്തു സൂക്ഷിച്ചിരുന്നു. വിവാഹശേഷം അഭിനയ ലോകത്തു നിന്നും നൃത്തവേദികളിൽ നിന്നും മഞ്ജു വിട്ടുനിന്നു. കുടുംബിനിയായി കഴിയാനാണ് മഞ്ജുവിന് താല്പര്യമെന്ന് ദിലീപ് അക്കാലത്ത് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇരുവരും തമ്മിലുള്ള 17 വർഷം നീണ്ട ദാമ്പത്യം 2015 വിവാഹമോചനത്തിൽ അവസാനിച്ചു. ഒരു വർഷത്തിന് ശേഷം കാവ്യ മാധവനെ ദിലീപ് വിവാഹം കഴിച്ചു. ഇന്ന് മഞ്ജു വാര്യർ തന്റെ പഴയ പ്രതാപത്തോടെ സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഇരുവരുടെയും മകളായ മീനാക്ഷിയുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ആരാധകർക്കിടയിൽ സജീവമാണ്. എന്നാൽ അഭിനയമല്ല, മറിച്ച് വൈദ്യശാസ്ത്രമാണ് തന്റെ വഴിയെന്ന് വ്യക്തമാക്കിയതോടെ ആ ചർച്ചകൾക്ക് അന്ത്യമായിരിക്കുകയാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.